വൈകുന്നേരം ആയപ്പോൾ അമ്മയും ചിഞ്ചും കൂടെ വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ. കണ്ണന് ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവന് കഴിക്കാനെന്ന് പറഞ്ഞ ഒരു ദോശയൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടോ. ചട്ടിനി എടുത്തത് ഈ ഒരു ചില്ല് പാത്രത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ ചോദിക്കും, അമ്മ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പാത്രമൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. നമ്മൾ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാനൊന്നും മാറ്റി വയ്ക്കുന്നില്ല, അതിൽ പെട്ടൊന്നായിരുന്നു അത്. പിന്നെ ആശാൻ്റെ തീറ്റീൻ്റെ കാര്യമൊന്നും പറയാത്തതായിരിക്കും നല്ലത്. അതിനെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നല്ലാതെ കഴിച്ചില്ല. ഒന്ന് രണ്ട് കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ടേസ്റ്റ് എന്താണെന്ന് നോക്കി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, കഴിക്കാതെ എഴുന്നേറ്റ് പോയി. ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട്, കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫെബ്രുവരി 12 കണ്ടാണ്. അതിന് ശേഷം എനിക്കൊരു ചുമയും ജലദോഷം വന്നിട്ട് എൻ്റെ സൗണ്ട് ആകെ മൊത്തം പോയി കിടക്കുകയായിരുന്നു. അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഇരുട്ടാകുന്നതിന് മുമ്പേ അമ്മയും ചിഞ്ചും തിരിച്ചു പോയി കേട്ടോ. ആ ഒരു പോയതിന് ശേഷം ഞാനും കണ്ണനും കൂടി കല്യാണ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. കൂടെ അമ്മയും ചെറിയമ്മയും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേശയും കസാരയും സെറ്റാക്കലും പിന്നെ മുറ്റത്ത് കാർപ്പറ്റ് വിരിക്കലും അങ്ങനെ ഓരോ പരിപാടികളായിരുന്നു. പിന്നെ ചെറിയമ്മയും ചേച്ചിയും കൂടെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോയി. കണ്ണൻ ഒന്നും കുടിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. അതിനകത്തൊരു ഉണ്ണിയപ്പെടുത്ത് കഴിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് ഞാനൊരു ഉണ്ണിയപ്പെടുത്ത് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് കണ്ണിന് ബോറടിച്ച് തുടങ്ങി കേട്ടോ. ഒന്നാമത് അവിടെ കളിക്കാൻ ആരും അവൻ്റെ പ്രായത്തിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയപ്പം കുറച്ച് നേരത്തെ ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും കളിക്കാനുള്ള ആളെയൊക്കെ കിട്ടിയിട്ടോ. ആളെ കിട്ടുന്നവരെ മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും പിന്നെ ഓക്കെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ അടിയായി. ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി. പിന്നെ അവൻ ഹാപ്പിയായി, കാരണം അവൻ്റെ അംഗനവാടി പഠിക്കുന്ന ഫ്രണ്ട്സിനെയും കൂടെ അവന് കിട്ടിയപ്പം ആളോക്കെ. പിന്നെ കുറേ നേരം അവിടെ ഡാൻസും പാട്ടും ഒക്കെ കൂടി ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഏകദേശം ഒരു 10 മണി ഇത്രയൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് മധുരവെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മധുരവെപ്പിൻ്റെ അന്ന് കണ്ണന് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന് വയറുവേദനയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറേ നേരം അവിടെ തന്നെയായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. ഇനി നാളെ കാണാം.